അങ്ങനെ ഇന്നത്തെ നല്ലൊരു ഗംഭീര എപ്പിസോഡാണ്. മാനസ അങ്ങനെ ആദ്യമായിട്ട് അറസ്റ്റിലാകാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന കൺമണി ബാംഗ്ലൂരിലെ ഓഫീസിലെ രാജിനെ ഫോണിലൂടെ ബാംഗ്ലൂരിലെ ഓഫീസിലെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. തുടർന്ന് അയാളും കൺമണിയോട് എല്ലാത്തിനും പുറകിൽ മാനസയാണെന്നുള്ള സത്യം അറിയിക്കുകയാണ്. ഇതൊക്കെ കൺമണി വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ്. ഫോൺ വെച്ച ശേഷം കൺമണി നേരെ പോകുന്നത് ദേവസാറിന്റെയും മഹിയുടെ കൃഷ്ണന്റെ അടുത്തേക്കാണ്. രാജു പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺമണി ഇവരെ അറിയിക്കുകയാണ്. മാനസിക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഞാൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്, കയ്യിലാക്കിയിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷ് പിന്നെ കൺമണിയോട് അച്ഛന്റെ കാര്യം പറയുകയാണ്. ഞാൻ അച്ഛനോട് ഈ കാര്യത്തെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചിരുന്നു. അച്ഛൻ എന്നോട് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മാനസിക്കെതിരെ നീങ്ങാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴെന്തായാലും മാനസിക്കെതിരെയുള്ള തെളിവ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മാനസിയെ പൊളിച്ചടക്കാം. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയെ അഭിനന്ദിക്കുകയാണ്. മാനസിക്കെതിരെയുള്ള തെളിവ് കണ്ടെത്താൻ കൺമണിക്ക് സാധിച്ചതുകൊണ്ട് കൺമണിയെ അഭിനന്ദിക്കുകയാണ്. കൺമണി വെറും കൺമണിയല്ല, സൂപ്പർ കൺമണിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പുകഴ്ത്തുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശ്രീനിയാണ്. ശ്രീനിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു കയറിയിരിക്കുകയാണ് വരുണെ വീട്ടിൽ കണ്ട് ശ്രീനി ആകെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് വരുൺ നല്ല ഗൗരവത്തിൽ ശ്രീനിയോട് എന്താച്ചാ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനി ഒന്ന് പേടിച്ചുകൊണ്ട് അതെ എനിക്ക് നല്ല സുഖമാണ്. തുടർന്ന് ശ്രീനി വരുണോടും അതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യത്തിന് വരുൺ കൊടുക്കുന്ന മറുപടി എനിക്ക് അത്ര വലിയ സുഖമില്ല എന്ന് പറയുകയാണ്. കാരണം ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ച കൺമണി ഇപ്പോൾ കൃഷ്ണ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഞാനെല്ലാം അറിഞ്ഞു. കൃഷ്ണന്റെ വീട്ടുകാർ വന്നിട്ട് കൺമണിയുടെ കൃഷ്ണന്റെ കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ്. അത് എവിടത്തെ ന്യായമാണെന്ന് ചോദിക്കുകയാണ്. കൺമണി ഞാനുമായിട്ടുള്ള വിവാഹമല്ലേ നടക്കേണ്ടത്, ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയമല്ലേ ആദ്യം കഴിഞ്ഞത്, എന്നിട്ടിപ്പോൾ കൺമണിയെ എനിക്ക് തരാതെ നിങ്ങൾ കൃഷ്ണ കൊടുക്കാൻ പോവുകയാണോ, അത് എവിടത്തെ ന്യായമാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കുകയില്ല. കൺമണിയെ എനിക്ക് തന്നെ കല്യാണം കഴിക്കണം. ഇനി കൺമണിയെ കൃഷാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഞാൻ അത് വെച്ച് പറപ്പിക്കില്ല. ഞാൻ കൺമണിയെ കൊന്നുകളയും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി ഒന്ന് പേടിക്കുകയാണ്. തുടർന്ന് വരുൺ ശ്രീനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. എനിക്ക് കൺമണിയെ കെട്ടിച്ചു തരണം, അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് വരുൺ പാന്റിന്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കത്തി എടുത്ത് ശ്രീനിക്ക് നേരെ നീട്ടുകയാണ്. ആ കത്തി കണ്ട് ശ്രീനി വീണ്ടും പേടിക്കുകയാണ്. കിളവ, താൻ കൺമണിയെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് ശ്രീനി പിന്നെ വരുണോട് അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുകയാണ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ്. നീ ഞങ്ങളെയൊന്നും മനസ്സിലാക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ്. ഞാൻ പറയുന്ന അങ്ങനെ അനുസരിച്ചാൽ മതി, കൂടുതൽ ഉപദേശം എനിക്കിട്ട് വേണ്ട എന്ന് പറയുകയാണ്. എന്തിനാണോ താൻ കൺമണിക്ക് ഇത്ര സൗന്ദര്യത്തോടു കൂടി കൺമണിയെ താൻ ജനിപ്പിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ കൺമണിയുടെ പുറകെ നടക്കുന്നത്. ഇനി കൺമണിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? കൺമണിയുടെ ആ സൗന്ദര്യം ഞാൻ ഇല്ലാതാക്കും. ആസിഡ് ഞാൻ കൺമണിയുടെ മുഖത്തേക്ക് ഒഴിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ കൺമണിയെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങും. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി ശ്രീനി ആകെ പേടിച്ച് കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ ശ്രീനി കുഴഞ്ഞ് നിലത്തേക്ക് വീഴുകയാണ്. എന്നാൽ അത് കണ്ട് വരുൺ ശ്രീനി ഒന്ന് കളിയാക്കുകയാണ്. ഇതിപ്പോൾ ലാഭമായല്ലോ, ഞാനൊന്നും ചെയ്യാതെ തന്നെ കിളവൻ ചത്തല്ലോ. തുടർന്ന് വരുൺ ശ്രീനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. ഓടോ കിളവ, കണ്ണു തുറക്കടോ, ഞാൻ മിഠായി വാങ്ങി തരാം, കണ്ണു തുറക്കടോ എന്നൊക്കെ പറയുമ്പോഴും ശ്രീനി കണ്ണു തുറക്കുന്നില്ല. എന്നാൽ അത് കണ്ട് വരുൺ ശരിക്കും ഒന്ന് പേടിക്കുകയാണ്. ഈശ്വര, ഈ കിളവൻ ശരിക്കും ചത്തോ, ഞാൻ പെട്ടോ, ഞാൻ വലിയ മാസ് വില്ലനാകാൻ വന്നിട്ട് ഇയാൾ എന്നെ ശരിക്കും ശശിയാക്കുമോ, ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, എനിക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വരുൺ വേഗം തന്നെ പേടിച്ച് അവിടുന്ന് ഓടിക്കളയുകയാണ്. തുറന്ന് കാണിക്കുന്ന അങ്ങോട്ടേക്ക് ഗോകുല് വരികയാണ്. അച്ചച്ച നീട്ടി വിളിച്ചുകൊണ്ടാണ് ഗോകുല് വരുന്നത്. പക്ഷെ അവിടെയെങ്കിലും അച്ചാച്ചനെ കാണുന്നില്ല. തുറന്ന് ഗോകുൽ അകത്തേക്കെല്ലാം പോയി നോക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ശ്രീനിയെ കണ്ട് ഗോകുലൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് ഗോകുല് വേഗം തന്നെ അമ്മായിമാരെ വിളിക്കുകയാണ്. അമ്മായിമാരെ ഓടിവാതെ അച്ചാച്ചന്റെ ബോധമില്ലാതെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേഗം വിളിക്കുകയാണ്. തുറന്ന് രണ്ടമ്മായിമാരും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അവർ രണ്ടുപേരും വരുമ്പോൾ ശ്രീനി ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന ആണ് കാണുന്നത്. അത് കണ്ട് അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് അവരെല്ലാവരും ചേർന്ന് ശ്രീനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച കസേരയിൽ കൊണ്ടിരുത്തുകയാണ്. ശ്രീനിയുടെ മുഖത്ത് വെള്ളം തെളിക്കുകയാണ്. തുടർന്ന് ശ്രീനിക്ക് വെള്ളം കൊടുക്കുകയാണ്. തുടർന്ന് അമ്മായിമാര് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം തന്നെ കൺമണിയെ വിളിച്ച് വിവരം പറയാമെന്ന് പറയുമ്പോൾ ശ്രീനി അത് വേണ്ട, കൺമണിയെ വെറുതെ പേടിപ്പിക്കേണ്ട, കൺമണിയെ വെറുതെ വേദനിപ്പിക്കേണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് ഗോകുല് പിന്നെ ശ്രീനിയോട് അച്ചച്ചൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അച്ചച്ചൻ എന്താണ് നിലത്ത് കിടക്കുന്നത്, ഞാൻ വരുമ്പോൾ ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ഞാൻ കണ്ടു, അത് ആരാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി അത് വരുണാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് 3 പേര് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് അമ്മായിമാര് വരുൺ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനിയോണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. വരുൺ ആദ്യം നല്ല സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ച് പതിയെ അവന്റെ സൈക്കോ സ്വഭാവം പുറത്തു വന്നു എന്ന് പറയുകയാണ്.
അവൻ എനിക്ക് നേരെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൺമണിയെ കൊന്നുകളയുമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. കൺമണിയെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ കൺമണിയെ കൊന്നുകളയും, കൺമണിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നാൽ അത് കേട്ട് അമ്മായിമാർ ഗോകുലൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഗോകുലം നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, സൈക്കോ വരുൺ അത്രയ്ക്കായോ? എന്റെ അപ്പയുടെ മുഖത്തേക്ക് അവൻ ആസിഡ് ഒഴിക്കുമല്ലേ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയും വേഗം ഈ കാര്യം പോലീസിനെ വിളിച്ചറിയിച്ച് വരുണ നല്ല പണി കൊടുക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പോലീസിനെ വിളിച്ചറിയിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, പോലീസൊക്കെ വരുണ്ട ആളാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുല അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാര്യം ക്രിഡ് സാറിനോട് പറയും, ക്രിഡ് സാറിന്റെ ഇട്ടിക്കൊണ്ട് വരുൺ പുതിയൊരു ഹോസ്പിറ്റൽ തന്നെ തുടങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ വരുൺ പറന്നു പോകുന്ന പണി ഏണി വെച്ച് പിടിക്കാൻ നോക്കുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ അലികയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ മാനസ അവിടെ കാണുന്നത് ശ്രീദേവിയാണ്. തുറന്ന് ശ്രീദേവിയോട് മാനസ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി ഏയ് മാഡം ഇവിടെ യാതൊരു പ്രശ്നമില്ല, എന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അല്ല എന്നോട് അർജന്റായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഈ കൃഷ്ണൻ കൺമണിക്ക് എവിടെയാണ് ചോദിക്കുകയാണ്. തുറന്ന ശ്രീദേവി അവർ രണ്ടുപേരും അകത്ത് ക്യാബിനിലുണ്ട്, ഏതോ ഒരു പുതിയ പ്രോജക്റ്റിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു, അല്ലാതെ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മഹി വരികയാണ്. തുറന്ന മഹി മാനസയെ കണ്ടൊന്ന് കളിയാക്കിക്കൊണ്ട് ആ മാനസ സുഖാണോ എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം മാനസിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഈ സമയത്ത് ഒരു സ്റ്റാഫ് വന്നിട്ട് മാനസിയെ വിളിക്കുകയാണ്. മാനസിയോട് ക്രിഡ് സാർ അകത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് ഞെട്ടുകയാണ്. അത് ശരി, ഞാൻ വന്നത് അപ്പോൾ കൃഷ് അറിഞ്ഞിട്ടുണ്ടല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ദേഷ്യം മാനസ കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷും ദേവ്ജിയും മാനസിയുടെ വരവും കാത്ത് ക്യാബിനിൽ നിൽക്കുകയാണ്. മാനസ തുറന്ന് അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. മഹിയും മാനസിയുടെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. തുറന്ന മാനസിയെ കണ്ട് കൃഷ മാനസിയുടെ വിശേഷം ചോദിക്കുകയാണ്. മാനസിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അതെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടത്. ആട്ടെ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. തുറന്ന കൃഷ പിന്നെ മാനസിയോട് ബാംഗ്ലൂരിലെ ഓഫീസിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ബാംഗ്ലൂരിലെ സ്റ്റാഫുകൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അവരുടെ ശമ്പളം മുടങ്ങി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഒന്നും അറിയാത്ത നല്ല വെള്ളച്ചമ്മതി കൊണ്ട് മാനസ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളുടെ ശമ്പളം മുടങ്ങിയെന്നോ, ആരാണ് ഇമാതിരി തോന്നിയാസം ഒപ്പിച്ചെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട കൃഷ് മാനസ അതോർത്ത് വിഷമിക്കേണ്ട, ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ആളിപ്പോൾ തൽക്കാലം സസ്പെൻഷനിലാണെന്ന് പറയുകയാണ്, അവരുടെ സസ്പെൻഷൻ ഡിസ്മിസലാക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് മാനസി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന് മാനസ ഒന്നും അറിയാത്ത പോലെ അത് ആരാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ മാനസയുടെ മുഖത്ത് നോക്കി അത് മറ്റാരുമല്ല, അത് നീ തന്നെയാണ് മാനസ എന്ന് മാനസയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക്ക് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ അപമാനിക്കുന്നതിന് വേണ്ടി കളിയാക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയതാണല്ലേ, ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ മാനസ തിരിഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. കൺമണി മാനസിയെ തടഞ്ഞുകൊണ്ട് പിന്നെ മാനസിയുടെ മുഖത്ത് നോക്കി മാനസ നീ പെട്ടു, നീ ശരിക്കും പെട്ടു മാനസ, നിനക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് കൺമണി മാനസിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ്. എന്നെ തടയാൻ നീ ആരാടിയെന്ന് ചോദിക്കുകയാണ് മാനസ നല്ല ദേഷ്യത്തിൽ കൺമണിയോട്. എന്നാൽ അത് കേട്ട് കൺമണി ഞാൻ ആരാണെന്ന് നീ വഴിയെ മനസ്സിലാക്കിക്കോളും എന്ന് പറയുകയാണ്. തുടർന്ന് ദേവിജി പിന്നെ മാനസിയോട് ബാംഗ്ലൂരിലെ ഓഫീസിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഏർപ്പാടാക്കിയ ഇന്റർപോൾ ആണ് കൺമണി, നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ കൺമണി നിന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ്. എന്നെ ചോദ്യം ചെയ്യാൻ ഇവളാരാണെന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. കൃഷ്ണ മുഖത്ത് നോക്കിയാണ് ചോദിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൃഷ്ണ പിന്നെ മാനസിയുടെ മുഖത്ത് നോക്കി അത് നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ, കൺമണി ഇപ്പോൾ എന്റെ ഭാര്യയാണ്, അതായത് അലിഗയുടെ മുതലാളിയാണ് കൺമണി. എന്നാൽ കൃഷിന്റെ മറുപടി കേട്ട് മാനസ പ്ലിങ് ആയി കണ്ണും തള്ളി നിൽക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ മാനസിയോട് വീണ്ടും ഇപ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ സകല തെളിവുകളും കിട്ടിയിട്ടുണ്ട് മാനസ, ബാംഗ്ലൂരിലെ ഓഫീസിലെ സകല പ്രശ്നത്തിനു പിന്നിൽ നീയാണ്. എന്നാലും വളരെ മോശമായി മാനസ, നീ കാരണം ബാംഗ്ലൂരിലെ ഓഫീസിലെ സ്റ്റാഫായ വിവേക് ഇപ്പോൾ അറസ്റ്റിലാക്കാൻ പോവുകയാണല്ലോ, എന്തിനാടി ആ പാവ വിവേകിനെ നീ കുഴിയിൽ ചാടിച്ചത്. എന്നാൽ അത് കേട്ട് മാനസ ശരിക്കും ഒന്ന് ഞെട്ടുകയാണ്. തുറന്ന മാനസ നല്ല ദേഷ്യത്തിൽ പിന്നെ കൺമണിയോട് നീ ഇതെന്ത് പിച്ചും പെയ്യുമാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് മാനസിയോട് എല്ലാത്തിനും പുറകിൽ നീയാണെന്നുള്ള തെളിവ് എന്റെ കൈവശമുണ്ട് മാനസ, നീ വെറുതെ ഉരുണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വേഗം തന്നെ ഫോണിലെ ആ വോയിസ് റെക്കോർഡർ മാനസിക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. കൺമണി രാജുവുമായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡാണ് മാനസിക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന. ബാംഗ്ലൂരിലെ ഓഫീസിലെ സകല പ്രശ്നത്തിനും കാരണം മാനസിയാണ് എന്നുള്ള രാജിന്റെ മൊഴി മാനസിക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ ഞെട്ടി ഉത്തരമില്ലാതെ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. തുടർന്ന് മാനസ നല്ല തെറ്റിൽ പിന്നെ കൺമണിയോട് ആരുടെയെങ്കിലും ഒക്കെ വോയിസ് എഡിറ്റ് ചെയ്ത് എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും ചിരിച്ചുകൊണ്ട് മാനസിയോട് നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല,
വിവേകിനെ ഏത് നിമിഷവും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. വിവേക് അലിയെ ചതിച്ച് റൂബി എന്ന് പറയുന്ന മറ്റൊരു ഡിസൈൻ കമ്പനിയിൽ GM ആയിട്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ എല്ലാം പുറകിൽ നീയാണ്, വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് പറയുകയാണ്. ബാംഗ്ലൂരിൽ പോലീസ് വിവേകിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ദക്ഷ മാഡം ഇടപെട്ടാണ് വിവേകിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടാകെ ഞെട്ടി നിൽക്കുകയാണ് മാനസ. എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ്. ദക്ഷ മാഡത്തിന്റെ കോളാണ് വരുന്നത്. തുറന്ന കൺമണി ആ ഫോൺ സ്പീക്കർ ഫോണിലിട്ട് എല്ലാവരും കേൾപ്പിക്കുകയാണ്. തുറന്ന് ദക്ഷ മാഡം ആ കേസിന്റെ പുരോഗതിയെ കുറിച്ച് പറയുകയാണ്. വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മാനസ. തുറന്ന് ദക്ഷ മാഡം വീണ്ടും പിന്നെ പറയുന്നത് എല്ലാത്തിനും പുറകിൽ മാനസിയാണെന്നും കൂടി പറയുകയാണ്. എന്നാൽ അതോടുകൂടി മാനസിക്ക് പിന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പായി നിൽക്കുകയാണ്. നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ കർണാടക പോലീസ് ഇടപെട്ട് മാനസിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി മാനസിയുടെ മുഖത്ത് നോക്കി ഒരാക്കി ചിരിയുമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ ശരിക്കും ട്രാപ്പായി നിൽക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ ദക്ഷ മാഡത്തിനോട് നന്ദി പറയുകയാണ്. അരികെ രക്ഷിച്ചതിനും അരികയ്ക്ക് നേരെ നടന്ന ഈ ചതിപ്രയോഗം കണ്ടെത്തിയതിനും ദക്ഷ മാഡത്തിനോട് നന്ദി പറയുകയാണ്. തുറന്ന് ദക്ഷ പിന്നെ കൺമണി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ എന്നെ അഭിനന്ദിക്കേണ്ട, എല്ലാത്തിനും കാരണം കൺമണിയാണ്, കൺമണിയുടെ ബുദ്ധി കാരണമാണ്, കൺമണി വെറും കൺമണിയല്ല സൂപ്പർ കൺമണിയാണെന്നൊക്കെ പറഞ്ഞ് കുറെ അഭിനന്ദിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ മാനസിയോട് മര്യാദയ്ക്ക് മാനസ നീങ്ങി കുറ്റം ഏറ്റു പറഞ്ഞോ, അതല്ലെങ്കിൽ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ ശരിക്കും നിന്ന് പരുങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് കുഴഞ്ഞ് മറിയുകയാണ്. അങ്ങനെ മാനസിയെ പൊളിച്ചടക്കിയിരിക്കുകയാണ് കൃഷും കൺമണിയും ചേർന്ന്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.